ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാനേ അമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വെള്ളമാണ്. എല്ലാ ദിവസവും കൊടുക്കുന്നതാണ് ഇത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴൊക്കെ കേട്ടോ, ഇപ്പോൾ അടുപ്പിച്ച് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ ശംഖുപുഷ്പം മുറ്റത്ത് ഇപ്പോൾ ഉണ്ട്. നമുക്ക് അതിൻ്റെ 2-3 പൂ എടുത്തിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് വെള്ളം നമുക്ക് വെക്കാം. വീട്ടിലുള്ള മറ്റുള്ളവർക്കും കൊടുക്കാം. അമ്മയ്ക്ക് ഇപ്പോൾ ഒട്ടും പറ്റിയാല 2-3 സ്പൂണ് കുടിക്കുകയില്ല, കൂടുതൽ വെള്ളം കുടിക്കുകയില്ല. വെള്ളം നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് 2-3 ശംഖുപുഷ്പം അതിനകത്തേക്ക് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ അതിനൊരു ചെറിയ നീല കളറൊക്കെ നമുക്ക് വരും. നല്ല അതിന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നമുക്ക് മാനസികമായിട്ട് നല്ല ഉല്ലാസവും ടെൻഷൻ കുറയ്ക്കാനും BP കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ഈ വെള്ളം കേട്ടോ. നമുക്ക് സമാധാനമായിട്ടിരിക്കാനായിട്ട് ഈശ്വരൻ നമുക്ക് തന്ന ഒരു ഔഷധം തന്നെയാണെന്നത് മനസ്സിലാക്കാം. എല്ലാവരും ഇതൊന്ന് നോക്കുക കേട്ടോ. വീട്ടിലില്ലെങ്കിലേ ബോൾസ വയ്ക്കുന്ന കൂടെ തന്നെ ഞാൻ അയച്ചു തരാം. ഇഷ്ടംപോലെ അരികളുണ്ട്. ഇത് ഞാൻ കാണിക്കാമായിരുന്നു നിങ്ങളെ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ഞാൻ കൊടുക്കും. ഇത് 2 തരമുണ്ട് എനിക്ക്. റോസപ്പൂ പോലെ തന്നെ അതേ തന്നെ ഉണ്ടാകുന്ന ഇത് 2 മൂടാണോ എന്തോ എനിക്കറിയില്ല. അച്ഛൻ കൊണ്ട് നട്ടതാണത്. 2 തരത്തിലുണ്ടാകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. എത്രയൊക്കെ ഉള്ളൊരു പൂവാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി. വലിപ്പം കണ്ടോ അതിൻ്റെ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാവാം. എല്ലാവരുടെ നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനയാണല്ലോ. കൂട്ടമായിട്ടുള്ള നിങ്ങൾ ആ കമൻറ്റ് ഞാൻ കണ്ട് എത്രയോ പേര് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഓരോ കമൻറ്റിലും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാവാം അമ്മ ഇത്ര വേഗം. അപ്പോൾ അമ്മ നിങ്ങളെല്ലാവരെയും അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയൊന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കിടപ്പാണ്. അപ്പം 2 ദിവസം അവിടെ നിൽക്കും, 2 ദിവസം ഇവിടെ നിൽക്കും. അപ്പോൾ അമ്മയ്ക്ക് നിങ്ങളെ എനിക്ക് ഉപേക്ഷിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. നിങ്ങളെന്നെ വിട്ടു പോകരുത്. അമ്മയുടെ അസുഖം കുറഞ്ഞ ഉടനെ തന്നെ, അതുപോലെ വെയിലാണല്ലോ ഇപ്പോൾ അല്ലേ ഇനിയും വരാൻ പോകുന്നത്, അതുകൂടെ കുറയുമ്പോൾ ഇത് കണ്ടോ എൻ്റെ അരി നിൽക്കുന്നുണ്ടോ. ഇത് ഉണങ്ങിയതും കുറേ ഉണ്ട്. ഞാൻ എടുത്ത് തരാം കേട്ടോ. വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ബോൾസ് വായിക്കുന്ന കൂടെ തന്നെ. പിന്നെ പ്രത്യേകം ചിലവൊന്നുമില്ലല്ലോ, ആ കൂടെ തന്നെ അയക്കാം. പിന്നെ നമുക്കിതിനെ ഉണക്കി വയ്ക്കാം കേട്ടോ. അത്യാവശ്യം ഉണക്കി പാക്ക് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഇതില്ലാത്ത സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും BP കുറയാനും രക്തസമ്മർദ്ദം അല്ലേ വല്ലാത്തൊരു പ്രശ്നമാണ്, മനുഷ്യനെ കൊല്ലുന്നതാണ്, സൈലൻറ്റ് അറ്റാക്കല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഒരു റെമഡിയാണ്. പിന്നെ ഉണക്കി നമുക്ക് വെള്ളത്തിലിട്ട് കുടിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ ആകെ ഒരു ടെൻഷൻ പോലെയാണ്, അതാണ് എല്ലാ വിവരങ്ങളൊന്നും. ഇതിൻ്റെ 100 ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിഷ്ടം പോലെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ഞാൻ പിന്നെ അമ്മയ്ക്ക് തയ്യാറാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ലൈക്ക് ചെയ്യണം. എല്ലാവരുടെയും ചെടികളെത്തും. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ, അതുകൊണ്ട് മാത്രമാണ് ചെടികൾ എത്താത്തത്. പിന്നെ എന്താ പറയുന്നത്, നിങ്ങളെ സ്നേഹം വളരെ എനിക്ക് പ്രിയങ്കരമാണ്. നിങ്ങൾ ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. നമ്മൾ പറയില്ലേ ഏത് കലക്കവെള്ളവും തെളിയുമെന്ന്, അതുപോലൊരു കാത്തിരിപ്പാണ് ഞാൻ. നിങ്ങളും എൻ്റെ ചെടിക്ക് വേണ്ടി ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം വീട്ടിലെത്തും.